السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ നമ്മുടെ വേദിയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉപാധ്യക്ഷൻ ഉസ്താദ് എ പി മുഹമ്മദ് മുസ്ലിയാർ, അഭിനന്ദനായ ഉസ്താദ് സി കെ എം സാദിഖ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കെ പി സി തങ്ങൾ, നമ്മുടെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട സയ്യിദുമാർ ആലിമീങ്ങൾ, ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട SYS-ന്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും ഒക്കെ ഊർജ്ജസ്വരരായ പ്രവർത്തകരെ, നേതാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. വളരെ ദീർഘമായൊരു പ്രഭാഷണം ചെയ്യാനുള്ള ഒരു സന്ദർഭത്തിലല്ല ഞാനുള്ളത്. എങ്കിലും നമ്മുടെ ഈ സമ്മേളനം ജില്ലയിലെ സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനമായതുകൊണ്ടും ഇവിടെ പങ്കെടുത്ത പ്രവർത്തകർ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കെൽപ്പുള്ള നല്ലവരായ ദീനീബോധമുള്ള പ്രവർത്തകരായതുകൊണ്ടും ഈ സംഗമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ മഹല്ലത്തുകളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന നേതാക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ സന്ദേശം താഴെ തട്ടിലേക്ക് എത്തിക്കുവാൻ, താഴ്ഭാഗത്തെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുവാൻ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ വിചാരിച്ചാൽ സാധ്യമാകുമെന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. വലിയ ഒന്ന് രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ അതേക്കുറിച്ച് തന്നെയാണ് ആമുഖമായി നിങ്ങളോട് പറയുന്നത്. കാലം കാലികം നമ്മുടെ ബാധ്യത എന്നതാണ് വിഷയം. അതുകൊണ്ട് തന്നെ ആമുഖമായി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് കാലം കാലികം പറയും മുമ്പ് നമ്മുടെ ബാധ്യതയെക്കുറിച്ചാണ്. ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കലാണ്. ഒന്ന്, നിങ്ങൾക്കറിയാം, നമ്മുടെ മുമ്പിലൂടെ ഉസ്താദുമാർ സൂചിപ്പിച്ച നമ്മുടെ മഹാസമ്മേളനത്തിന്റെ പ്രചരണവും പ്രവർത്തനവും അതിന്റെ വിജയവും. രണ്ടാമത്തെ ഒന്ന്, സുന്നി യുവജന സംഘത്തിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ സന്ദർഭമാണ്. ഈ രണ്ടു കാര്യങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടത് എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട പ്രവർത്തകരും നമ്മളെല്ലാവരും കൂടിയാണ്. സുന്നി യുവജന സംഘത്തിന്റെ യൂണിറ്റ് ഇല്ലാത്ത എല്ലാ പ്രദേശങ്ങളിലും ചുരുങ്ങിയതൊരു 25 പേരെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കേണ്ട നിർദ്ദേശമാണ് നേതൃത്വം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് മഹാന്മാർ കെട്ടിപ്പടുത്ത ഈ പ്രസ്ഥാനത്തിന് ചെറിയൊരു ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടുകയാണ്. വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇതിനുവേണ്ടി ചെയ്ത ഖിദ്മത്തുകൾ അനുസ്മരിക്കപ്പെടുകയാണ്. നമ്മളാൽ കഴിയുന്ന ദീനീ സേവനം അതിന് ചെയ്യാൻ നമുക്ക് പടച്ചറബ് ഒരു അവസരം തരികയാണ്. ആ അവസരം ശരിക്കും വിനിയോഗിച്ചുകൊണ്ട് കുറച്ചാളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് യൂണിറ്റുകൾ രൂപീകരിക്കുകയും നിലവിൽ നിർജ്ജീവമായ യൂണിറ്റുകൾ സജീവമാക്കുകയും മെമ്പർഷിപ്പ് വിതരണം ചെയ്തുകൊണ്ട് അതിന്റെ ക്രമപ്രകാരം ഒരു യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ച് ഫെബ്രുവരി 20-ാം തീയതി നടക്കുന്ന നമ്മുടെ മെമ്പർഷിപ്പ് ഡേ, ഫെബ്രുവരി 20 പുലരുമ്പോൾ നമ്മുടെ പ്രദേശത്തെ ചെറുപ്പക്കാരെയും ഉമറാക്കളെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് സുന്നി യുവജന സംഘം എന്ന് പറയുമ്പോൾ കേവലം അത് പണ്ഡിതന്മാരുടെയോ മതവിദ്യാർത്ഥികളുടെയോ മാത്രം സംഘടനയല്ല. നമ്മുടെ പ്രദേശത്ത് എന്തെങ്കിലും ദീനിനു വേണ്ടി ചെയ്യാൻ കഴിയുന്ന കെൽപ്പുള്ള ഉമറാക്കളെ മുഴുവൻ കൂട്ടിച്ചേർത്ത് ആ ഉമറാക്കളെ മുഴുവൻ ഇതിൽ ചേർത്തുകൊണ്ട് സുന്നി യുവജന സംഘത്തിന്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന ഫെബ്രുവരി 20-ാം തീയതി അവരുടെ കയ്യിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എത്തിച്ചിരിക്കണം. 10 രൂപ ചെലവുള്ള മെമ്പർഷിപ്പിന്റെ 10 രൂപയേക്കാൾ ആ ആളുടെ സാന്നിധ്യവും അദ്ദേഹം അത് അറിയലുമാണ് വിഷയം. നമ്മൾ ആരെങ്കിലും ഓഫീസിൽ കൊണ്ടുപോയി വെച്ച് ഒരു 10-100 മെമ്പർഷിപ്പിന്റെ തുക നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊടുത്ത് കുറെ ആളുകളുടെ പേരെഴുതി കൊടുത്തത് കൊണ്ട് പ്രയോജനമില്ല. നേരിട്ട് ക്യാമ്പയിൻ നടത്തി ആളുകളെ ശേഖരിച്ച് ആളുകളെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഫെബ്രുവരി 20 എന്ന ദിവസം പുലരുമ്പോൾ നമുക്ക് കൂടുതൽ ആളുകളെ ഇതിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. ഒരാൾ നമ്മളെ കൊണ്ട് പ്രവർത്തകനായാൽ അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടും. അൽഹംദുലില്ലാ. ഫെബ്രുവരി 28 ഓരോ പ്രദേശത്തും യൂണിറ്റ് കമ്മിറ്റികൾ നിലവിൽ വരേണ്ടതുണ്ട്. ആ ഫെബ്രുവരി 28 പുലരുമ്പോഴേക്കും നമ്മുടെ യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. ആ യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്നും പ്രതിനിധികളെ പഞ്ചായത്തിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട പ്രതിനിധികളെ നൽകിക്കൊണ്ട് മാർച്ച് 20-നകം പഞ്ചായത്ത് കമ്മിറ്റി വരും. മാർച്ച് 20 നമ്മുടെ പഞ്ചായത്തുകളൊക്കെ സജീവമായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ കോർപ്പറേഷൻ മേഖല, മണ്ഡലം ഏതാണോ അവിടെ ഉള്ളത് ഏപ്രിൽ 10-നാണ് മണ്ഡലം കമ്മിറ്റി രൂപീകരിക്കേണ്ടത്. അടുത്ത മാസം അഥവാ ഏപ്രിൽ മാസം 30-ാം തീയതി വരുമ്പോഴേക്കും നമ്മുടെ ജില്ലയിൽ സുശക്തമായ ഒരു കമ്മിറ്റി നിലവിൽ വന്നിരിക്കും. ഏപ്രിൽ 30-നകമാണ് ജില്ലാ കമ്മിറ്റി നിലവിൽ വരേണ്ടത്. ഏപ്രിൽ 10-ന് മുമ്പ് മണ്ഡലം കമ്മിറ്റി നിലവിൽ വരണം.
മാർച്ച് 20 മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വരണം. ഫെബ്രുവരി 28 മുമ്പ് യൂണിറ്റ് കമ്മിറ്റി നിലവിൽ വരണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫെബ്രുവരി മാസം 20 നമ്മുടെ മഹത്തായ മെമ്പർഷിപ്പ് ഡേ ഒരു വൻ വിജയമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, പൂന്താവനം അബ്ദുള്ള മുസ്ലിയാർ, ഇ കെ ഹസൻ മുസ്ലിയാർ തുടങ്ങി നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിഭാസമ്പന്നരും പ്രഗത്ഭരുമായിരുന്ന മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന നേതാക്കൾ, ആരിഫീങ്ങളാകുന്ന പണ്ഡിതന്മാർ, അവർ കെട്ടിപ്പടുത്ത വലിയൊരു പ്രസ്ഥാനത്തിന്റെ പിൻഗാമികളായി പ്രവർത്തിക്കാനാണ് പടച്ചറബ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത്. ഇത്ര വലിയൊരു നേട്ടം സമൂഹത്തിന് നമുക്ക് എവിടുന്ന് കിട്ടും? പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞത് ഇന്ന ഹാദൽ ഖൈറ ഖസാഇൻ എന്നാണ്. നന്മ എന്ന് പറയുന്നത് വലിയ ഒരു ഭണ്ഡാരമാണ്. നന്മ എന്ന് പറയുന്നത് വലിയൊരു ഖജനാവാണ്. നന്മയുടെ വലിയൊരു ഖജനാവ് നമ്മുടെ മുമ്പിലുണ്ട് നന്മ ചെയ്യാൻ. ഫതൂബാ ലിമൻ ജഅലഹു അല്ലാഹു തആല മിഫ്താഹൻ ലിൽ ഖൈരി വ മിഗ്ലാഖൻ ലിശ്ശർരി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമാക്കി ഒരു മനുഷ്യനെ പടച്ചറബ് മാറ്റിയാൽ അവനാണ് ഭാഗ്യവാൻ. നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം. നന്മ നമ്മുടെ സമൂഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്ന ആളുകളായി, നന്മയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുവരുന്നവരായി നമുക്ക് മാറാൻ ഈ സന്ദർഭം വളരെ ഉപകരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മഹാസമ്മേളനത്തിന് വേണ്ടി വാഹനങ്ങൾ ബുക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, ചുമരെഴുത്ത് നടത്തേണ്ട സമയം കഴിഞ്ഞു. വാഹനജാഥയെ സ്വീകരിക്കാൻ നിങ്ങൾ സജ്ജരാകേണ്ട സന്ദർഭം കഴിഞ്ഞിരിക്കുന്നു. വാഹനജാഥയിൽ നിങ്ങളൊക്കെ പങ്കെടുക്കേണ്ടതാണ്, അത് വിജയിപ്പിക്കേണ്ടതാണ്. ഞാനും ആ ജാഥയിൽ പോകേണ്ട ആളാ, പോകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ സമ്മേളനം ഒരു വൻ ചരിത്ര സംഭവമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തെരുമാറാവട്ടെ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം വളരെ ലളിതമായി നിങ്ങൾക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമ നിർവഹിക്കുകയാണ്. ഇവിടെ കാലം, കാലികം, നമ്മുടെ ബാധ്യത എന്നതാണ് വിഷയം. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. കാലിക സമൂഹത്തിന്റെ ഒരു ചരിത്ര ചിത്രവും നിങ്ങൾക്കറിയാം. ഇന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് തീവ്രവാദികൾ, ഭീകരവാദികൾ എന്നൊരു മുദ്ര അടിച്ചേൽപ്പിച്ചുകൊണ്ട് ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ എങ്ങനെ ഒതുക്കണം എന്ന് ആഗോളതലം മുതൽ ഇന്ത്യാതലം മുതൽ പ്രാദേശിക തലം വരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകളും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിന്റെ ഗൗരവമെന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പോ ലോകതലത്തിൽ എവിടെ എടുത്താലും ശരി ഏറ്റവും വലിയ ചർച്ച മുസ്ലിം തീവ്രവാദമാണ്, മുസ്ലിം ഭീകരവാദമാണ്. ഒരു ദഅവത്തിന്റെ വേദി നമ്മൾ എവിടെയെങ്കിലും സംഘടിപ്പിച്ചാൽ ആ ദഅവത്തിന്റെ വേദിയിൽ പരമപ്രധാനമായി ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ത്യാതലത്തിലും ഇന്ത്യക്ക് പുറത്തും മുസ്ലിങ്ങൾ സംഘടിച്ചാൽ ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന് വിളിച്ചു പറയേണ്ട ഒരു ഗതികേടാണ് നമുക്കുള്ളത്. ജാമിഅ നൂരിയ അറബി കോളേജിന്റെ സമ്മേളനത്തിന് നിങ്ങൾ വന്നു. ഇന്റർനാഷണൽ ഖുർആൻ അവാർഡിന്റെ ഉപാധ്യക്ഷൻ അവിടെ വന്നു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ മുഖ്യാംശം അദ്ദേഹം ചെലവാക്കിയത് എന്തിനാ? മുസ്ലിങ്ങൾ തീവ്രവാദികളല്ല എന്ന് പറയാനാണ്. ദീനിന്റെ ദഅവത്ത് നടത്തേണ്ട വേദിയിലൊക്കെ നമ്മൾ തീവ്രവാദികളല്ല, നമ്മൾ ഭീകരവാദികളല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ. ഇസ്ലാം എന്തെന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട സമയത്ത് പോലും നമുക്ക് ഇത് മാത്രമാണ് പറയാൻ ഒരവസരം ഇപ്പോൾ ഉള്ളത്. ഏത് ചെറിയ വേദിയാണെങ്കിലും ഏത് വലിയ വേദിയാണെങ്കിലും അങ്ങനെ തന്നെ എന്തേ ഒരു ഗതികേട് നമുക്ക് വന്നു? വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നാനാവശങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് കർമ്മശാസ്ത്രവും സ്വഭാവ സംസ്കരണവും ശരിക്കും സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് മാതൃകാ സമൂഹമാക്കി സമൂഹത്തെ മാറ്റേണ്ടവരാ നമ്മൾ. ദൗർഭാഗ്യവശാൽ നമുക്ക് നമ്മൾ തീവ്രവാദികളല്ലെന്നും ഭീകരവാദികളല്ലെന്നും ദൈനംദിനം തെളിയിക്കേണ്ട ഒരു ഗതികേട വന്നിട്ടുള്ളത്. ഇത് ആസൂത്രിതമായി ലോകത്ത് നടക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇന്നിപ്പോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. കാലികമായി നമ്മൾ പരിശോധിച്ചാൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയൊരു സംഘടനയായി മീഡിയകളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് IS-നെയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന ലോകത്ത് അറബിയിൽ അറിയപ്പെടുന്ന ദാഇഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടനയാണ് ലോകത്ത് മുസ്ലിം തീവ്രവാദത്തിന്റെ കേന്ദ്രമായി പലരും ചിത്രീകരിക്കുന്നത്. അദ്ദൗല ഇസ്ലാമിയ ഫിൽ ഇറാഖി വശാം, ഇതാണ് ദാഇഷ്. ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ, IS. പേര് IS ആണെങ്കിലും IS എന്നേ പത്രത്തിൽ എഴുതാറുള്ളൂ, IS എന്നേ പറയാറുള്ളൂ. എന്താവട്ടെ, ഈ സംഘടന മുസ്ലിമിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക. സത്യത്തിൽ ഇതിന്റെ വസ്തുതകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. പരത്തി പറയാൻ സമയമില്ല. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ധനകാര്യ വകുപ്പ് നടത്തിയൊരു പഠനമനുസരിച്ച് സിറിയൻ പ്രദേശത്ത് IS കൈയടക്കി വെച്ചിരിക്കുന്ന 60% എണ്ണപ്പാടങ്ങളും
ഇറാഖി മേഖലയിൽ അവർ പിടിച്ചുവച്ചിരിക്കുന്ന 7 പ്രധാന എണ്ണ ഉൽപാദന യൂണിറ്റുകളും ISന്റെ ഏറ്റവും വലിയ ആസ്തിയാണ്. ഈ ISന്റെ ഏറ്റവും വലിയ ആസ്തിയാകുന്ന ഈ സാധനത്തിൽ നിന്ന്, അഥവാ എണ്ണക്കിണറിൽ നിന്നും എണ്ണപ്പാടത്തിൽ നിന്നും 45,000 ബാരൽ എണ്ണ ഒരു ദിവസം അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. $30 ലക്ഷം എണ്ണ അവർ ഒരു ദിവസം വിൽക്കുന്നുണ്ട്. ആരായി എണ്ണ വാങ്ങുന്നത്? ആരായി എണ്ണ ഉപയോഗിക്കുന്നത്? ISന്റെ കയ്യിൽ നിന്നും കരിഞ്ചന്തയിൽ ലോക മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലക്ക് എണ്ണ വാങ്ങുന്നത് ഒന്ന് അമേരിക്ക, ഒന്ന് ഇംഗ്ലണ്ട്, മറ്റൊന്ന് റഷ്യ. അപ്പൊ ISനെ ഇവിടെ നിലനിർത്തുന്ന ആരാണ്? ആർക്കാണ് അതിന്റെ താല്പര്യം? ഒരൊറ്റ അറ്റാക്ക് കൊണ്ട് സദ്ദാം ഹുസൈനെ ഒതുക്കി, കേണൽ ഗദ്ദാഫിയെ ലിബിയയിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തി, അവർക്ക് താല്പര്യമുള്ള സ്ഥലത്തൊക്കെ ബോംബിട്ട് നശിപ്പിക്കേണ്ടവരെ മുഴുവൻ പിടികൂടി നശിപ്പിച്ചു എന്ന് പറയുന്ന അമേരിക്ക എന്തേ ISന്റെ തലവൻ അബൂബക്കർ ബഗ്ദാദിയെ പിടികൂടാത്ത? എന്താ? എന്തേ ISനെ പിടിച്ചുകെട്ടാൻ അവർ മുന്നോട്ട് വരാത്തത്? ചില ഓപ്പറേഷനൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ടെന്ന് ലോക മീഡിയക്ക് മുമ്പിൽ വരുത്തി തീർത്ത് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിട്ട് ISനെ രഹസ്യമായി വളർത്തുന്നതാരാ? ISന് വേണ്ട സകല പ്രചോദനവും കൊടുക്കുന്നത് അമേരിക്കയും ഇംഗ്ലണ്ടും തന്നെയാണ്. എന്താണ് അവർക്കതിൽ താല്പര്യം? ഒന്നാമത്തെ താല്പര്യം കുറഞ്ഞ വിലക്ക് ലോക മാർക്കറ്റിൽ എണ്ണ കിട്ടും, അത് തന്നെ. ഇത്ര വലിയൊരു നേട്ടം അവർക്ക് ദുനിയാവിൽ നിന്നെന്താ വേറെ വേണ്ടത്? 2013 IS എന്ന് പറയുന്ന ഈ സംഘടന $4 കോടി വിദേശ വരുമാനം ഉണ്ടാക്കി എന്ന് കൃത്യമായി കണക്ക് പറയുന്നു. $4 കോടി വിദേശ വരുമാനം ഉണ്ടാക്കുന്ന IS ഒരു രാഷ്ട്രമല്ല. IS കേവലം ഒരു സംഘടനയാണ്. അപ്പോൾ ഇവർക്ക് അതിന് ശരിക്കും പ്രചോദനവും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. രണ്ടാമതായി അവരുടെ വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗം പ്രധാനപ്പെട്ട ഡിപ്ലോമാറ്റുകളെ കിഡ്നാപ്പ് ചെയ്യാം, തട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ തട്ടിക്കൊണ്ടുപോയി അതിന് വിലപേശി ആ വകയിൽ അവർക്ക് $4.5 കോടി കിട്ടിയെന്നാണ് 2014 UN റിപ്പോർട്ട്. UN റിപ്പോർട്ട് തന്നെയാണ്. ആളുകളെ തട്ടിക്കൊണ്ടുപോയി പണമുണ്ടാക്കുക. ഈ പണം വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. ഇവരുപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. അവരുപയോഗിക്കുന്ന മുഴുവൻ ആയുധങ്ങളും ഒന്നുകിൽ അമേരിക്കയുടേത്, അല്ലെങ്കിൽ ഇസ്രയേൽ നിർമ്മിതം, അല്ലെങ്കിൽ ജപ്പാന്റെ. എങ്ങനെയാണ് ഇവർക്ക് ഈ ആയുധം കിട്ടുന്നത്? ISന് ആരാണ്? സൗദി അറേബ്യ ആയുധം കൊടുക്കുന്നില്ലല്ലോ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവർക്ക് ആയുധം കൊടുക്കുന്നില്ലല്ലോ. മിഡിൽ ഈസ്റ്റിലെ ഒരു അറബ് കൺട്രീസുമാർ അംഗീകരിക്കുന്നില്ലല്ലോ. പിന്നെ ആരാ ഇവർ വളർത്തുന്നത്? ഇസ്ലാമിന്റെ മുഖച്ഛായ വികൃതമാക്കാൻ വേണ്ടി എണ്ണ കരിഞ്ചന്ത മാർക്കറ്റിൽ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ടീമിനെ വളർത്തിയിട്ട് ഇസ്ലാമിന്റെ പേര് ചീത്തയാക്കുന്ന തമ്മാടിത്തമല്ലേ ചെയ്യുന്നത്? മറ്റൊന്നവരുടെ വരുമാന മാർഗത്തിൽ പ്രധാനം ചരിത്ര സ്മാരകങ്ങൾ കൊള്ളയടിക്കുക. 4500ഓളം ചരിത്ര സ്മാരകങ്ങൾ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൻഷ്യൻ ഹിസ്റ്ററി അടങ്ങുന്ന, അതിന്റെ തെളിവുകൾ അടങ്ങുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇറാഖിലും അതുപോലെ തന്നെ കൂടുതൽ സിറിയയിലുമാണ്. ഈ പ്രദേശത്താണ് പഴയ ചരിത്രം മുഴുവൻ കുടികൊള്ളുന്നത്. നമ്മുടെ പഴയ ഷാം എന്ന് പറയുന്ന പ്രദേശമാണത്. $10 കോടി അവർക്ക് ഈ പുരാവസ്തുക്കൾ കൊള്ളയടിച്ച് വിറ്റ ഇനത്തിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് കണക്ക്. ലോകത്ത് പുരാവസ്തുക്കൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ആളുകളാണ് ഇംഗ്ലീഷുകാർ. അവരൊരു പക്ഷേ നാളെ അവരുടെ നാട്ടിൽ ഈ പുരാവസ്തു ശേഖരം വെച്ച് വലിയൊരു മ്യൂസിയം തുറന്നുകൂടായില്ല. തുർക്കിയിലെ തോപ്കാപ്പെ മ്യൂസിയം പോലെ തന്നെ വലിയൊന്ന് തുറക്കും. അതിന് മാത്രം സാധനങ്ങൾ അവർക്ക് സിറിയെന്നും ഇറാഖെന്നും കിട്ടിയിട്ടുണ്ട്. ലോകത്ത് അവരുടെ മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് എണ്ണ കിട്ടലും അതുപോലെ തന്നെ അവർക്ക് അതിപ്രധാനമായി ഈ പുരാവസ്തുക്കൾ ലഭ്യമാകലും 2 മുഖ്യ ലക്ഷ്യങ്ങൾ ഇവർക്ക് ISനെ വളർത്തുന്നതിലുണ്ട്. മൂന്നാമത്തെ ലക്ഷ്യം, IS വളർന്നാൽ അത് ഇസ്ലാമിക തീവ്രവാദമാണെന്ന് വരുത്തി തീർത്ത് മുസ്ലിമിന്റെ മേൽ കരിവാരിത്തേക്കാൻ പറ്റും. ഈ ത്രിമുഖ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ലോകത്ത് വളർത്തിക്കൊണ്ടുവരുന്നൊരു പ്രസ്ഥാനമാണിത്. പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ടോണി ബ്ലെയർ പരസ്യമായി പറഞ്ഞല്ലോ ഇറാഖിലെ അധിനിവേശമാണ് ഇതിന് കാരണം എന്ന്. CNN-ന്റെ പ്രതിനിധിയായി ഇന്ത്യക്കാരനായ ഫരീദ് സക്കരിയ അദ്ദേഹത്തെ അഭിമുഖീകരിച്ചപ്പോ ഫരീദ് സക്കരിയക്ക് കൊടുത്ത അഭിമുഖത്തിൽ ടോണി ബ്ലെയർ പറഞ്ഞു, അന്ന് ഇറാഖിൽ അധിനിവേശം നടത്തിയ തെറ്റായിപ്പോയി, അതിന്റെ ഫലമാണ് IS. പഴയകാല പ്രവർത്തനം അവര് അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു 10 ലക്ഷം ഇറാഖികളാണ് കൊന്നത്. 1.5 ലക്ഷം ഇറാഖികളെ കൊന്നു, 10 ലക്ഷത്തെ ജീവശവമാക്കി. 1.5 ലക്ഷം ഇറാഖികളെ കൊന്നു അവരന്ന്. അന്ന് UN പറഞ്ഞു അങ്ങോട്ട് ആക്രമണം നടത്തണ്ട, ഇറാഖ് അധിനിവേശം നടത്തണ്ട എന്ന് UN പറഞ്ഞു. കേട്ടില്ലല്ലോ.
UN പറഞ്ഞത് കേൾക്കാതെ അവരെന്ന് സമൂഹത്തോട് പറഞ്ഞത് രാസായുധം ഉണ്ടാക്കുന്നുണ്ട്. രാസായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അത് ഓപ്പറേറ്റ് ചെയ്യലാണ് ഞങ്ങളുടെ കടമ എന്ന് പറഞ്ഞ് അവർ ഓപ്പറേഷൻ നടത്തി. ഒരു രാസായുധവും പിടിക്കപ്പെട്ടില്ല. ഇറാഖിൽ നിന്ന് സദ്ദാം ഹുസൈന്റെ മണ്ണിൽ നിന്ന് എന്ത് രാസായുധമാണ് ഇവർ പിടിച്ചത്? കെമിക്കൽ അലിയടക്കം തൂക്കിയിട്ട് അയാളാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ സമൂഹത്തിൽ അപകടം ഉണ്ടാക്കിയില്ലേ? എന്തെങ്കിലും സംഭവിച്ചോ? 100% വ്യാജ പ്രചരണം നടത്തി മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്താൻ ഏർപ്പാടല്ല ഇവർ ചെയ്തത്. അവർക്ക് പണിയാളുകളായി നിന്നുകൊടുക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഒറ്റുകാരെ പോലെ നിന്നുകൊടുക്കുന്ന ചില ആൾക്കാർ. ആരാ അബൂബക്കർ ബാഗ്ദാദി? ഇബ്രാഹിം അവാദ് ബിൻ ഇബ്രാഹിം അൽ ബദരി അൽ ഖുറശി എന്ന് പറയുന്ന ഒരാള് 2014 ജൂലൈയിൽ പരസ്യമായിട്ട് പറയാം, ഞാനാണ് ഖലീഫ അൽ അഇമ്മത്തു മിൻ ഖുറൈശ് എന്നാണ് പറഞ്ഞത്. ഇയാളെന്നെ നേതാവായി സ്വയം ചമയാണ്, മറ്റേ ആൾ ഗാന്ധിയായ മതിരി. ഇയാൾ തന്നെ ലോകത്തെ ഏറ്റവും വലിയ നേതാവെന്നാണ് ഇയാൾ പ്രഖ്യാപിക്കുക. ഇതിന്റെ ഒക്കെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കൃത്യമായ മത നേതൃത്വത്തിന്റെ അഭാവമാണ്. ഒരു കൃത്യമായ നേതൃത്വം നമുക്ക് വേണം. ഇവിടെ നോക്ക്, അൽഖായിദയാണെങ്കിലും ബില്ലാദനാണെങ്കിലും ഐമൻ ലവാഹിരി ആണെങ്കിലും ആരാണെങ്കിലും ഇവരൊക്കെ സ്വയം സമൂഹത്തിന് മുമ്പിലാണ് വന്നിരിക്കുകയുള്ള നേതാക്കന്മാരായിട്ട്. എന്നാൽ ഇവരെ പ്രോത്സാഹിപ്പിച്ചതിൽ ചെറിയ തോതിലെങ്കിലും ആരോപണം ഉയർന്ന സംഘടനകളേതാ? കർണാവിയെ കുറിച്ച് ആരോപണം വന്നില്ലേ? കർണാവി IS-നെ പിന്തുണച്ചു എന്ന് വാർത്ത വന്നില്ലേ? തെളിവിലേക്കും അതിന്റെ ആഴത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വാദിച്ചാൽ അതിന് വേണ്ട ആഴത്തിലുള്ളത് കൊണ്ടുവരാനും കഴിയും. മാത്രമല്ല, അതുപോലെ തന്നെ ലോക സലഫിസം ഇതിന് പ്രചോദനമേകിയിട്ടുണ്ട് എന്ന് പത്രങ്ങൾ എഴുതിയില്ലേ? മുസ്ലിമിന്റെ മുഖ്യധാരന്ന് മാറി ചിന്തിച്ച സയ്യിദ് കുത്തുബിന്റെ ചിന്ത പഠിച്ച ആൾക്കാരും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ചിന്ത പഠിച്ച ആൾക്കാരും ഈ പ്രവർത്തനത്തെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കിച്ചാൽ കൃത്യമായി നമുക്കത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ഒരു പണ്ഡിത നേതൃത്വത്തിന്റെ സാന്നിധ്യം. കേരളീയ മുസ്ലിങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ നേട്ടമെന്നാണ് ഇരുത്തം വന്നൊരു പണ്ഡിത നേതൃത്വം. ഈ സമൂഹത്തെ തീവ്രതയിലേക്കും ഭീകരതയിലേക്കും വിടാതെ കൃത്യമായി ഈ സമൂഹത്തെ നേരിന്റെ വഴിക്ക് നയിക്കാൻ അവർക്ക് കഴിഞ്ഞു. പ്രതിവിപ്ലവമാണെന്ന് പലരും പറയും. ബഷാറുൽ അസദിന്റെ ഭരണം മോശമാണ്, സമ്മതിച്ചു. ബഷാറുൽ അസദിനെ സംഘടിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പ്രചരണം നടത്തി ഇസ്ലാമിനെ നശിപ്പിക്കാൻ ആവശ്യമായ വടി കൊടുക്കണോ? അബ്ദുൽ ഫത്താഹ് അൽ സീസിക്കെതിരെ പ്രതിവിപ്ലവം നടത്തുന്ന ആളുകൾ ഈജിപ്തിലുണ്ട്. ഞാൻ ഈ ലോകകാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വല്ലാതെ പരത്തി പറയണം, പക്ഷെ അതിന് പരിമിതമായ സമയം എന്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ തെറിയിപ്പിക്കാതിരിക്കുന്നത്. പരിമിത സാധനം തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്റെ മകന്റെ കല്യാണമാണ് നാളെ, അതിന്റെ ഇടയ്ക്ക് ഇതിന് വന്നതാ. ഉള്ളത് പറയാനോ? ഇത് പരസ്യമായിട്ട് പറയാത്ത ചില ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും, ദേശം പിടിക്കേണ്ട വെച്ചിട്ടാണ്. നിങ്ങൾ പറഞ്ഞാൽ മതി, അല്ലാതല്ല അങ്ങനെ പറയണോ? അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരുന്നതിന്റെ ഒരു പ്രത്യേക കാരണം വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ SOS സമ്മേളനമാണ്, അതുകൊണ്ടാണ് വരാതിരിക്കുന്നത്. അതാണ് സംഭവം. എന്റെ മക്കൾ എന്നോട് കല്യാണമൊക്കെ ഞങ്ങൾ കുറെ നടന്നു വന്നു, നടത്താൻ കൂടി ഞങ്ങൾ ഒറ്റക്കാക്കരുത് വന്ന് പോരും എന്നോട്. അപ്പൊ അതുകൊണ്ട് എങ്കിലും നമ്മുടെ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാനിതിന് പ്രാധാന്യം കൽപ്പിക്കുന്നതുകൊണ്ട് അത് നമ്മുടെ ക്യാമ്പാണ്. അപ്പൊ ലോക മാർക്കറ്റിൽ ഈ രീതിയിൽ മുസ്ലിം ഉമ്മത്തിനെ ലോകത്ത് വളരെ മോശമായി ചിത്രീകരിക്കാൻ ഒരു വൻശക്തി ഉയർന്നു വന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് സമത്വ കേരള ജമിയത്തിനുള്ള പ്രസക്തി. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പ്രത്യേകത നോക്ക് നിങ്ങൾ. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രത്യേകത നമ്മുടെ മഹാന്മാരായ നേതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഒരു നിലക്കും ഈ സമൂഹത്തെ തീവ്രതയിലേക്ക് പോകാൻ അവർ സമ്മതിച്ചില്ല. എന്നാൽ സമത്വക്കാരല്ലാത്ത ആളുകൾക്കൊക്കെ ചെറിയ തോതിലെങ്കിലും ഇത്തരം പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഒരു കറ പുരണ്ടിട്ടുണ്ട്. ലോകത്ത് സലഫിസത്തിനത് പുരണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. ജമാഅത്ത് ചിന്താഗതിക്കാർക്ക് ലോകത്തെ മുസ്ലിങ്ങളെ തീവ്രതയിലേക്ക് നയിച്ചതിന്റെ ചെറിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാൻ പറ്റൂല. ചർച്ച ചെയ്യും നിങ്ങൾ ലോകത്ത് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ. സമത്തിന് പോയാളോ ടൈഗർ ഫോഴ്സ് ഉണ്ടാക്കി തോറ്റ് പിന്മാറിയതല്ലേ? അയാൾ കുറച്ച് തീവ്രത കളിച്ചതാണല്ലോ. പോയ സ്ഥാപനങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ ടൈഗർ ഫോഴ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ബൂസ്റ്റ് ചെയ്ത ആളാണ് അയാൾ തിരുത്തി. ചുരുക്കത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിനെ പ്രകോപിതരാക്കാൻ ആവശ്യമായതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പ് നോക്ക് നിങ്ങൾ. ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളെ നിലനിൽപ്പിൽ നിന്നും ഭിന്നമായി കേരളം ഒരു പ്രത്യേക സംസ്കാരം കാണിച്ചതെന്താ? ഒരു നിലക്കും തീവ്രതയിലേക്ക് പോകില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണത്.
എന്തൊരു സംഗതി നമ്മൾ ചെയ്യുകയാണെങ്കിലും ശരി, അത് മൃദുലമായി ചെയ്താൽ അത് നടക്കും, പരുക്ക് കാണിച്ചാൽ അത് നടക്കൂല. മഹമൂദുൽ കാഹിരി തങ്ങൾ ഈ വേർഡ് കൺവേർട്ട് ചെയ്തിട്ട് കവിതയിൽ പറഞ്ഞു, എത്ര മനോഹരാണ് അത്, ഏത് മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റിയ രീതിയിൽ. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, മൃദുലത നീ കാണിച്ചാൽ നീ ഉദ്ദേശിക്കുന്ന കാര്യം ഭംഗിയായിട്ട് നടത്താൻ പറ്റും. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്ന് പറഞ്ഞ പോലെ മൃദുലമായൊരു സംഗതി ചെയ്താൽ കൃത്യമായിട്ട് നടക്കും. വൽ ഹർക്കു പരുക്ക് അഥവാ തീവ്രത കാണിച്ചാൽ യംനഉ മിമ്മാ ഫീഹി തഅ്മീൽ, നീ കൊതിക്കുന്ന സംഗതി നടന്നു എന്ന് വരില്ല. അതിന് മഹാനവറുകൾ മനുഷ്യന്റെ മനസ്സിൽ കൊണ്ടുന്ന ഒരു ഉദാഹരണമാണ് ഫിലോസഫി പറഞ്ഞത്. വശാമിഖുൻ ശക്കഹു മാഉൻ ലിദാഖിലിഹി വറുബ്ബമ ഖതഅത അൻഹുൽ മാവീലു. വശാമിഖുൻ ഒരു പാറ, അല്ലെങ്കിൽ മാർബിൾ, അല്ലെങ്കിൽ കല്ല്, ശക്കഹു മാഉൻ ലിദാഖിലിഹി നിരന്തരമായി വെള്ളം അതിന്മേൽ വീണാൽ ചെറിയ ദ്വാരം വരും, പൊട്ടുവരുമൊക്കെ ചെയ്യും. ബിറ്റുമിനൈസർ റോഡ് കണ്ടിട്ടില്ലേ? റബ്ബറൈസർ റോഡ് എന്ന് പറഞ്ഞ റോഡ്. ആ റോഡിന്റെ ഓരത്തൊരു വലിയ മരണ്ടെങ്കിൽ തുള്ളി ഇങ്ങനെ വീണാൽ അവിടെ ദ്വാരം വരും, ആ റോഡ് പൊട്ടും. അതെന്താ? വെള്ളം ലളിതമാണെങ്കിലും ഇപ്പൊ ഈ ബിറ്റുമിനൈസ് ചെയ്ത ഈ അല്ലെങ്കിൽ റബ്ബറൈസ് ചെയ്ത ഈ റോഡ് കട്ടിയുള്ളതാണെങ്കിലും ശരി, അതിമങ്ങനെ തുള്ളി വീണാൽ അതിങ്ങനെ ദ്വാരാവും. നിരന്തരമായ പ്രവർത്തനം കൊണ്ട് മാറ്റം വരും. എന്നാലോ ഒരു പിക്കാസ് എടുത്ത് പെട്ടെന്ന് പാറമ കൊത്തിയോക്ക് പിക്കാസ് പൊട്ടും. കടുപ്പം കുട്ടിയാൽ അങ്ങനെ തന്നെ ഉണ്ടാവുക. പെട്ടെന്ന് നടക്കൂല, സാവധാനം നടക്കും. ഈ തത്വം ശരിക്കും ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നതിൽ വലിയ വിജയം കണ്ട സംഘടനയാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. തർക്കമൊന്നുമില്ല. എല്ലാം വളരെ ശാന്തമായി സമൂഹത്തിന് മുമ്പിൽ സമത്വം അവതരിപ്പിച്ചു, സമൂഹം പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മളെ തീവ്രവാദികൾ ആക്രമണമാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് ബീഫ് കഴിച്ചവനെ കൊല്ലുന്നു. ഇന്നും പത്രത്തിലുണ്ട്, ബീഫ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞൊരു ദമ്പതികളെ സാധുക്കളായ രണ്ടുപേരെ അടിച്ചു പരിക്കേൽപ്പിച്ചു. എന്താവശ്യം? ഒരു ഭാഗത്ത് ബീഫ് കഴിച്ചവനെ കൊല്ലുക, കഴിക്കുന്നു എന്ന് പറഞ്ഞ് കൊല്ലുക, ബീഫ് ഇവിടെ കഴിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് പറയാ, ബീഫ് കടത്തി എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ ഡ്രൈവർമാരെ കൊല്ലുക. മറുഭാഗത്തോ അന്താരാഷ്ട്ര കമ്പനികളുമായി ബീഫ് വിൽപ്പനക്ക് കരാർ ഒപ്പിട്ടുകൊണ്ട് ഇത് വിൽക്കുകയും ചെയ്യാം. അപ്പൊ അവരാവശ്യം എന്താ? അവരാവശ്യം ശരിക്കും ഇത് ഒരു പ്രകോപനം ഉണ്ടാക്കുക, മുസ്ലിങ്ങൾ പ്രകോപിതരായിട്ട് എടുത്തു ചാടണമെന്നാണ് അവർ താല്പര്യം. മുസ്ലിങ്ങളെ പ്രകോപിതരാക്കണമെന്ന താല്പര്യം മാത്രമേ അവർക്കുള്ളൂ. സത്യത്തിൽ അതിനു വേണ്ടിയാണ് പലരും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രവർത്തനം ഇന്ത്യ മഹാരാജ്യത്ത് വളരെ ഗൗരവത്തോടെ നടക്കുമ്പോഴും നമ്മൾ ഇന്ത്യയുടെ ഒരു മുഖം കാണണം. നിങ്ങൾ ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ തീവ്രതക്ക് വലിയ വലിയ വളം വെച്ച് കൊടുക്കുന്ന പണിയാണ് ചെയ്ത്. ഞാൻ ഉദാഹരണം പറയുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ. പക്ഷെ അപ്പോഴും നിങ്ങൾ കണ്ട ഒരു സാംസ്കാരികമായ രാജ്യത്തിന്, അത് പാകിസ്ഥാനിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഗീത എന്ന് പറയുന്നൊരു പെൺകുട്ടി ഡഫ് ആൻഡ് ഡംബ, ചെവിയും കേൾക്കൂല, സംസാരിക്കാനും അറിയില്ല. ആ പെണ്ണ് വഴിതെറ്റി അവസാനം പാകിസ്ഥാനിൽ പോയി ആ കുട്ടിയെ 13 കൊല്ലം പോറ്റി. അവിടെ 13 വർഷം സംരക്ഷിച്ചു ഈദി ഫൗണ്ടേഷൻ, സത്താർ ഈദിയും ഭാര്യ ബിൽക്കിസ് ബാനു. ആ പെണ്ണിന്റെ ഭാവഹാവാദികളിൽ നിന്നും ടെലിവിഷനിൽ വാർത്ത കാണുമ്പോഴുള്ള, ഇന്ത്യയുടെ വാർത്ത വരുമ്പോഴും, ഇന്ത്യൻ ക്രിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴും ആ പെണ്ണ് കാണിക്കുന്ന പ്രത്യേകത കണ്ടുകൊണ്ട് ഈ പെണ്ണ് ഇന്ത്യക്കാരിയെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിട്ടു. 13 കൊല്ലത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ഈദി ഫൗണ്ടേഷന് 1 കോടി രൂപ വാഗ്ദാനം ചെയ്തു. സത്താർ ഈദി പറഞ്ഞു, ഞങ്ങള് വിലക്ക് കൊടുത്ത സ്നേഹമല്ല, ഞങ്ങൾക്കത് വേണ്ട, ആ 1 കോടി രൂപ വേണ്ട എന്ന് പറഞ്ഞ ആണത്തം കാണിച്ച്, സൗഹൃദം കാണിച്ച് ഈ നാടിന്റെ മകളെ 13 കൊല്ലം പോറ്റിയൊരു ഫൗണ്ടേഷൻ പാകിസ്ഥാൻ. അതൊരു മാന്യതല്ലേ? നിങ്ങൾ ആലോചിച്ചു? മനുഷ്യന്മാർ തീർക്കുന്ന ഈ സൗഹൃദത്തിന്റെ മുഖത്ത് നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മളൊക്കെ കേട്ടതാണല്ലോ, തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വമ്പിച്ച പ്രളയമുണ്ടായി, ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടി. ആ പ്രളയക്കെടുതിയിൽ ജനങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ എന്താ സംഭവിച്ചത്? ഒരു ഭാര്യയും ഭർത്താവും, നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിരിക്കും, മോഹനും ചിത്രയും. ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ അവർ ലോകത്ത് കാണിച്ചത്? ആ ദമ്പതികൾ, ഈ ചിത്ര എന്ന് പറയുന്ന പെണ്ണ് പൂർണ്ണ ഗർഭിണിയായിരുന്നു, വെള്ളത്തിൽ മുങ്ങി, ഒരു നിവൃത്തിയില്ല, ഊരപ്പക്കത്ത് കുടുങ്ങിക്കിടക്കുക. ഫേസ്ബുക്കിലൊരു മെസ്സേജ് അയച്ചു. ആ ഫേസ്ബുക്ക് മെസ്സേജിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഒരു വെള്ളം സംഘടിപ്പിച്ച്, ഒരു ബോട്ട് സംഘടിപ്പിച്ച് കൂട്ടുകാരെയും കൂട്ടി മണിക്കൂറുകളുടെ 5 മണിക്കൂർ പരിശ്രമിച്ചു എന്ന മാത്രത്തിൽ വന്ന് 5 മണിക്കൂർ പരിശ്രമിച്ചിട്ട് ഈ പെണ്ണിനെ രക്ഷപ്പെടുത്തിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഈ പെണ്ണ് പ്രസവിച്ചു. ആ പ്രസവിച്ചപ്പോ ആ പെണ്ണിന് പെൺകുട്ടിയാണ് ജനിച്ചത്. ഈ പെൺകുട്ടി ജനിച്ചപ്പോ ഗീതയും മോഹനും ആ പെൺകുട്ടിക്ക് യൂനുസ് എന്ന് പേരിട്ടു.
അതെന്താ ആൺകുട്ടിക്ക് യൂനുസ് എന്ന് പേരിടുന്ന ചോദിച്ചപ്പോ ഗീത പറഞ്ഞ മറുപടി, പൂർണ്ണ ഗർഭിണിയായ ഞാനും എന്റെ കുഞ്ഞും വെള്ളത്തിൽ മുങ്ങി ചത്തുപോകുമായിരുന്നു, എന്റെ ഭർത്താവടക്കം. ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് മുഹമ്മദ് യൂനുസാ. ഒരു മാലാഖയെ പോലെ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ മുഹമ്മദ് യൂനുസിന്റെ പേരെന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കുന്നത് 2015 ഡിസംബർ 5 പിറന്ന എന്റെ കുട്ടി ഈ സ്മരണയായി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനുഷ്യത്വത്തിന്റെ ഉദാഹരണം. ആ മനുഷ്യത്വത്തിന്റെ ഉദാഹരണത്തിന് മുമ്പിൽ നമുക്ക് എന്താ പറയാനുള്ളത്? എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? എന്നിട്ടാണ് നമ്മുടെ കേരളത്തിൽ പോലും വന്നുകൊണ്ട് ഈ വർഗീയത വിളമ്പുന്ന ആളുകൾ. SNDPയുടെ നേതാവ് കേരളത്തിൽ ചെയ്തൊരു പ്രസംഗം വളരെ വേദനാജനകമാണ്. കോഴിക്കോട് മാൻഹോളിലേക്ക് ഇറങ്ങിയ 2 ആന്ധ്രക്കാർ, അവരെ രക്ഷിച്ച നൌഷാദ് രക്ഷിക്കാൻ ശ്രമിച്ചു, അവനും മരിച്ചു. നൌഷാദ് ഒരു പാവം ഓട്ടോറിക്ഷ ഡ്രൈവറെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓട്ടിയിട്ട് മനുഷ്യന്മാരെ വേദന, ആ മനുഷ്യൻ ആവാഹിച്ചെടുത്തുകൊണ്ട് അവൻ ശരിക്കും ബുദ്ധിമുട്ടുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും, ഓട്ടോറിക്ഷയിലൊക്കെ സഞ്ചരിക്കൽ സാധുക്കളാണ് സാധാരണ, പാവപ്പെട്ടവന്റെ വേദന അവനറിയാം. അവൻ നേരത്തെ ഒരു സാമൂഹ്യ സ്നേഹിയാണ്. ഈ 2 സാധുക്കൾ മാൻഹോളിൽ കിടന്നുകൊണ്ട് പെടയുന്ന രംഗം, അവരെ വാവിട്ടലച്ച നിലവിളി കേട്ടപ്പോ ഓർഡർ ചെയ്ത ചായ അവിടെ വെച്ചിട്ട് ഇവൻ ആ മാൻഹോളിലേക്ക് ചാടി. ചാടണ്ടാന്ന് പലരും പറഞ്ഞു. അവൻ മനസ്സ് വെച്ചില്ല ഈ പാവം രക്ഷപ്പെടുത്താൻ. അവനും ആ വിഷവായു ശ്വസിച്ചുകൊണ്ട് അവനും മരിച്ചുപോയി പാവം. അപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് അയാൾക്ക് ഒരു സഹായം, ധനസഹായം, ചെറിയൊരു ധനസഹായം പ്രഖ്യാപിച്ചു. പോരാ, അയാളെ വീട്ടിലൊരാൾക്ക് ജോലി കൊടുക്കാമെന്നും പറഞ്ഞു. ഇതൊക്കെ നാട്ടിൽ സാധാരണ സംഭവിക്കുന്നതാണ്, ഉറപ്പല്ലേ? പത്താൻകോട്ട് ഇപ്പൊ മരിച്ച നമ്മുടെ സൈനികൻ, ആ സൈനികന് കൃത്യമായി നമ്മുടെ ഗവൺമെന്റ് തന്നെ 50 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് നമ്മൾ കണ്ടതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിരഞ്ജന് കൊടുത്തു 50 ലക്ഷം രൂപയെ കൊടുത്തു. നമ്മളതിനെതിര് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളതിനെതിര് പറഞ്ഞില്ല, കൊടുക്കണം എന്ന് നമ്മുടെ അഭിപ്രായം. ഒരു IT അയാളെ പേരിടാൻ തീരുമാനിച്ചു, ഒരു ഗ്രൗണ്ടിന് അയാളെ പേര് കൊടുക്കാൻ തീരുമാനിച്ചു, ഒരു കുഴപ്പം നമുക്കില്ല. സ്മരിക്കപ്പെടണം, ഇന്ത്യക്ക് വേണ്ടി മരിച്ചു വീണ നിരഞ്ജൻ ഇന്ത്യയുടെ ഒരു സൈനികനാണ്. അയാളെ ജാതി ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിനുള്ള ടോളറൻസ് ഒക്കെ നമുക്കുണ്ട്, സഹിക്കാനുള്ള സബറൊക്കെ നമുക്കുണ്ട്, അത് അംഗീകരിക്കാനുള്ള മനസ്സും ബ്രോഡ് ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക്. നേരെ മറിച്ച് ഒരു ഇരുത്തം വന്ന നേതാവ്, സാമുദായിക നേതാവ് പരസ്യമായി പ്രസംഗിച്ചാൽ ഇവിടെ സഹായം കിട്ടണമെങ്കിൽ മുസ്ലിം ആകണം, മുസ്ലിമായി ജനിച്ചെങ്കിലേ സഹായം കിട്ടും. അതൊരു വല്ലാത്ത വർഗീയത, കാളകൂട വിഷം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനല്ലേ? ചെയ്യാൻ പാടുണ്ടോ അയാളത്? അയാൾ ഒരു നിമിഷം ഇരുന്ന് ചിന്തിക്കണമായിരുന്നു, അയാളെ പൂർവികന്മാർ ഇവിടെ ചെയ്ത നടപടി എന്താ? ആരിൽ നിന്നാണ് അയാൾ ആവേശം ഉൾക്കൊള്ളുന്നത്? ശ്രീനാരായണ ഗുരുസ്വാമികളിൽ നിന്ന്. ഗുരുസ്വാമി ശരിക്കും ആലുവയിൽ വെച്ചിട്ട് സർവമത സമ്മേളനം സംഘടിപ്പിച്ചിട്ട് പറഞ്ഞ വാക്കാണ്, ഇത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആ മണ്ണിൽ വെച്ചിട്ടാണ്, ആലുവയിൽ വെച്ച് ഇയാൾ പറഞ്ഞത്, മുസ്ലിമായെങ്കിലേ സഹായം കിട്ടൂ, ജനിക്കുന്നെങ്കിൽ മുസ്ലിമായി ജനിക്കണം. വർഗീയതയുടെ അങ്ങേയറ്റത്തെ വാക്കാണത്. മലയാളികൾക്ക് അതിന്റെ ശൈലിയും ഭാവവും അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശരിക്കും വായിച്ചെടുക്കാൻ പറ്റും. ഒരിക്കലും പറയാൻ പാടില്ലല്ലത്. ഉത്തരേന്ത്യൻ സ്വഭാവമില്ലാത്ത ഈ കൊച്ചു കേരളത്തിൽ സൗഹൃദത്തോടെ ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കാളകൂട വിഷം വമിപ്പിക്കണോ? ഏറ്റവും വലിയ അപകടം. ഈ ഗുരുസ്വാമികൾ പോലും അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മനോഹരമായ കവിത എഴുതിയിട്ട് അദ്ദേഹം നബി തങ്ങളെ കണ്ടിട്ടില്ല, കേട്ടിട്ടേയുള്ളൂ. ഇസ്ലാമിന്റെ പ്രവാചകനാണെന്നറിയാം. ഇസ്ലാമിന്റെ പ്രവാചകനെ കുറിച്ച് ശ്രീനാരായണ ഗുരുസ്വാമികൾ മനോഹരമായിട്ട് പറഞ്ഞ വാക്കുണ്ട്. എന്ത് മനോഹരമാണത്! ഈ ഭൂമുഖത്ത് ദൈവത്തിന്റെ രൂപമെടുത്ത് വന്ന മനുഷ്യനാണോന്നാ ചോദിച്ചത്. അങ്ങനെ ഈ ഭൂമുഖത്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വന്ന പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂത ദയാക്ഷമാബ്ദിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. എന്താണ് പറഞ്ഞ വാക്ക്? ഈ ഭൂമിയിൽ ഇത്രമാത്രം ഗുണകരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വന്ന വലിയൊരു മനുഷ്യനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കാണ്. ഭൂമിയിൽ ദൈവത്തിന്റെ പുത്രൻ വന്നോ എന്നാ ചോദിച്ചത്. ഇത് ദൈവത്തിന്റെ ഒരു അവതാരമാണോ എന്ന് ചോദിച്ചു അദ്ദേഹം മനോഹരമായി. ഞാനത് വിശദീകരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യവും ചരിത്രവും നമ്മുടെ, അതിനപ്പുറം ഒരു ചരിത്രം ഉണ്ടല്ലോ, മറക്കാൻ പറ്റുമോ? ഈ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാ ജാതി മതസ്ഥരും മേളിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിൽ സഹായം അങ്ങോട്ട് കൊടുത്തും ഇങ്ങോട്ട് കൊടുത്തും ജാതി നോക്കാതെ വർണ്ണം നോക്കാതെ പരസ്പരം ഒരുമിച്ച് നിന്നൊരു പാരമ്പര്യം കേരളത്തിലുണ്ടല്ലോ. നമ്മളൊക്കെ വിദ്യാഭ്യാസപരമായി വളരെ പുറകിൽ നിൽക്കുമ്പോൾ ഇവരും വളരെ പുറകിലായിരുന്നു. ഇവരും വളരെ പുറകിൽ. പഴയ തിരുവിതാംകൂറിലെ സവർണന്മാരായ കുറച്ച് നമ്പൂതിരി തറവാട്ടിലെ ആളുകൾക്ക് മാത്രമേ ഉദ്യോഗം കിട്ടിയിരുന്നുള്ളൂ, നായന്മാർക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഈ നായർ സമുദായം പോലും അതിനെതിരെ പിന്നീട് സംഘടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ട് മുന്നോട്ട് വന്നത്.
കേരളത്തിന്റെ പഴയകാല ചരിത്രം പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ആ കഥ അനുസ്മരിച്ചാൽ ബോധ്യപ്പെടും. അന്ന് വളരെ പുറകിലാ മുസ്ലിം സമുദായം, അതുപോലെ ഈഴവ സമുദായവും നായർ സമുദായം ഒക്കെ പുറകിലാ, എല്ലാവരും പുറകിലാ. അവരൊക്കെ പിന്നീട് പുരോഗമിച്ച് വന്നതാ. ഈ പുരോഗമനത്തിന്റെ ചവിട്ടുപലകയിൽ പരസ്പര സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആഴത്തിൽ പറയണ്ടെങ്കിലും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു സംഭവം ഞാൻ പറയാം. മുസ്ലിം സമുദായവും ഈ സമുദായവും ഒക്കെ ഉയർന്നു വരാൻ വേണ്ടി സ്ഥാപനങ്ങൾ കെട്ടിപ്പോക്കുന്ന കാലത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട നായർ സമുദായത്തിൽപ്പെട്ട അതുപോലെ തന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ സ്ഥാപനമുണ്ടാക്കാൻ വേണ്ടി ഉദാരമതികളെ സമീപിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തും. അപ്പൊ നമ്മളൊക്കെ ചെയ്യുമല്ലോ. നമ്മളിപ്പോ ഒരു സമ്മേളനം നടക്കുമ്പോൾ എല്ലാവരോടും പിരിവ് വാങ്ങുമ്പോൾ അങ്ങാടിയിൽ അമുസ്ലിമിനെ ചിലപ്പോൾ പിരിവ് വാങ്ങിയെന്ന് വരും. അവർ നമ്മളോട് വാങ്ങുന്നതൊക്കെ സ്വാഭാവിക, കൊണ്ടും കൊടുത്തുമുള്ളൊരു സംസ്കൃതിയുള്ളത്. അക്കാലത്ത് കേരളത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖനായ പണക്കാരനാണ് മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി. സമത്വയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളൊന്നുമല്ല, ഇരിക്കട്ടെ. മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന് പറയുന്നൊരു സമ്പന്നനായ മുസ്ലിം, ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ആ സമ്പന്നനായ മുസ്ലിം ധാരാളം ഭൂസ്വത്തുള്ള ഉദാരമതിയായ മനുഷ്യനായിരുന്നു. ഇയാളെ സമീപിച്ചു ഈ നായർ സമുദായവും അതുപോലെ തന്നെ ഈ ഈഴവ സമുദായം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ NSSഉം SNDP ഈ രണ്ട് സമുദായത്തിനും സ്ഥാപനം കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടി ചങ്ങനാശ്ശേരി SN കോളേജിന്റെ വകയിൽ 25 ഏക്കർ സ്ഥലവും കൊല്ലത്ത് SN കോളേജിന് വേണ്ടി ചങ്ങനാശ്ശേരി NSS കോളേജിന്റെ വകയിലും കൊല്ലത്ത് SN കോളേജിന് വേണ്ടിയും 25 ഏക്കർ വീതവും അതുപോലെ തന്നെ കാലടി ശ്രീശങ്കര കോളേജിന് 25 ഏക്കർ വീതവും 75 ഏക്കർ ഭൂമി മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി എഴുതി കൊടുത്തുവെന്ന് കൃത്യമായി ചരിത്രം നമ്മളോടും പറയുന്നത് NSSകാരാണ്. NSSന്റെ ഒരു സ്മരണയുണ്ട്. 50 വർഷത്തെ NSSന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് കനക ജൂബിലി ആഘോഷിച്ചപ്പോൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് സുവർണ ഗ്രന്ഥം എന്നാണ്. ആ സുവർണ ഗ്രന്ഥത്തിന്റെ എഡിറ്റർ ഉമേനന്നൂർ ബാലകൃഷ്ണപിള്ളയാണ്. അത് ലേഖനം എഴുതിയത് MRG പണിക്കരാണ്. MRG പണിക്കര ലേഖനത്തിൽ MRG പണിക്കർ പറയുന്നു 25 ഏക്കർ വീതം ഭൂമി ഈ 3 സ്ഥാപനങ്ങൾക്കും ഈഴവ സമൂഹത്തിനും അതുപോലെ തന്നെ നായർ സമൂഹത്തിനും മണപ്പാടൻ എഴുതി കൊടുത്തു. മണപ്പാടൻ ഒരു മുസ്ലിമാ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഔദാര്യമായി ഭൂമി വാങ്ങിയിട്ട് അതിൽ സ്ഥാപനം വെച്ച് കെട്ടിയതിൽ നമുക്കാർക്കും ഒരു വിരോധം ഉണ്ടായിട്ടില്ല, നമുക്കാർക്കും ഒരു എതിർപ്പുണ്ടായിട്ടില്ല. നമ്മളതിലൊരു അത്ഭുതം കണ്ടിട്ടുമില്ല. കാരണം അത് ഈ കൊള്ളലും കൊടുക്കലും പരസ്പര സഹായമൊക്കെ സാധാരണയാണ്. എന്നിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ മുഖത്ത് നോക്കി ഈ തോതിൽ ചരിത്രം വിസ്മരിച്ചുകൊണ്ട് വർഗീയവാദം പറയുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിൽ നിന്നും സ്ഥാപനത്തിന് സ്ഥലം വാങ്ങി കെട്ടിപ്പൊക്കിയ ആളുകൾ ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ വരുമ്പോ അത് ചരിത്രമറിയാത്ത വൃത്തികെട്ട കാളകൂട വിഷമിപ്പിക്കലാണ്. ഞാൻ പറഞ്ഞൊരുക്കെ അമിതമായി പോയി നിനക്ക് തോന്നില്ല. ഒരു സമുദായത്തിന്റെ നേതാവ് ഒരു കള്ളു കച്ചവടക്കാരന്റെ ലാഘവത്തോടെ കേരളത്തിൽ സംസാരിക്കാൻ പാടില്ല. വളരെ മോശപ്പെട്ട പ്രവർത്തനമല്ലേ അത്? സുഹൃത്ത് കാസിമി നമ്മുടെ വേദിയിലെത്തിയത്. ഞാൻ പറയുന്ന ആ ഗൗരവം നോക്ക് നിങ്ങൾ. അങ്ങോട്ട് കൊടുത്തും ഇങ്ങോട്ട് കൊടുത്തുമുള്ള സംസ്കാരം. സാമൂതിരി മഹാരാജാവ് കോഴിക്കോട് ജീവിച്ചിരുന്ന കാലത്ത് മുക്കുവ സമുദായത്തിൽപ്പെട്ട ഒരാള് മുസ്ലിം ആകണം എന്ന ഒരു നിയമം അദ്ദേഹം കൽപ്പിച്ചിരുന്നു. എന്താ അത് കാരണം? കച്ചവടം വർദ്ധിക്കാൻ. ഈടെ ബാബു പോൾ മലപ്പുറത്ത് വന്നപ്പോൾ അത് അനുസ്മരിച്ചു. ബാബു പോൾ മലപ്പുറത്ത് വന്നപ്പോൾ പറഞ്ഞു, അയാൾ വേറൊരു കാര്യം കൂടി രസകരമായിട്ട് പറഞ്ഞു. ഈ ഗോവധം നിരോധിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്പലത്തിലെ ചെണ്ടകൊട്ടൽ നിർത്തേണ്ടി വരുന്നുണ്ട് അയാൾ. എന്തായാലും വിശദീകരിച്ചു. അയാൾ പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിലായി, പ്രസവിക്കാത്ത പശുവിന്റെ തോല് കൊണ്ടാണ് അത്ര ഈ അമ്പലത്തിലെ ചെണ്ടന്റെ തോലുണ്ടാക്കൽ. പ്രസവിക്കാത്ത പശുവിന്റെ തോല്. ആ ഗോവധം നിരോധിച്ചാൽ പിന്നെ ആ തോല് കിട്ടൂല. ബാബു പോൾ പറഞ്ഞതാണ്, മുൻ ചീഫ് സെക്രട്ടറി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിങ്ങനെ വാദിച്ചും ജയിച്ചും തമ്മിലടിച്ചും മുന്നോട്ട് പോകേണ്ട ആൾക്കാരല്ല. KKN കുറുപ്പ് ഈയിടെ കോഴിക്കോട്ട് വന്നിട്ട് സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി 18 മണിക്കൂർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ടിപ്പു സുൽത്താൻ. KKN കുറുപ്പാ പറഞ്ഞു. പത്രത്തിലെ പ്രാധാന്യത്തോടെ വന്നു. മലയാള മനോരമ ഇത് വായിച്ചോന്ന് എനിക്കറിയില്ല. KKN കുറുപ്പിന്റെ പ്രസ്ഥാനം 18 മണിക്കൂർ ഒരു രാജാവ് എന്ന രീതിയിൽ രാജ്യത്തിന് വേണ്ടി ഉണർന്നു നിന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ടിപ്പു സുൽത്താൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ പ്രകോപനം ഉണ്ടാക്കുക രാജ്യത്ത്. അനുകൂലിക്കുന്നവരെയും ഫാസിസത്തിനെ എതിർക്കുന്ന ആളുകളെയും മുഴുവൻ ഈ രാജ്യത്ത് അപകടകരമായി കൈകാര്യം ചെയ്യുക. സുധീന്ദർ കുൽക്കർണിയെ കരിയോലൊഴിച്ചു. എന്താ കുൽക്കർണി ഫാസിസത്തിനൊപ്പം നിന്നില്ല? മല്ലേശപ്പ കൽബുർഗിയെ കൊന്നു. എന്താ കാരണം? അയാൾ അതിനെതിരെ എഴുതി. പെരുമാൾ മുരുകനെ എഴുതി നിർത്തേണ്ടി വന്നെന്താ കാരണം? പെരുമാൾ മുരുകൻ ഫാസിസത്തിന് കൂടത്തിന്റെയും ഉത്തരവാദപ്പെട്ട ആളുകളുടെയും പ്രവർത്തനമാകേണ്ടത്. വെറുതെ അല്ല. സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോ നമ്മുടെ പ്രസിഡന്റ് പ്രണബ് മുഖർജി പറഞ്ഞു,
ക്ലീനിങ് ആദ്യം വേണ്ടത് മനസ്സിൽ നിന്നാണ്. മാലിന്യം തെരുവിലെല്ലാം മനസ്സിലാണ്. അതൊരു നല്ല വാക്കാ. ഇവിടെ കുറച്ച് ആൾക്കാരെ മനസ്സിൽ മാലിന്യം അത് ആദ്യം മാറണം, നന്ദി നന്നാവുന്നു. വളരെ ശരിയാണ്. ഒരു നല്ല വേർഡാണ് അത് ഉപയോഗിച്ചത്. വളരെ മനോഹരമായ ക്യാപ്ഷനാണ് പറഞ്ഞത്. 40-ലധികം സാഹിത്യകാരന്മാർ അവാർഡ് തിരിച്ചു കൊടുത്തു. ഇന്ത്യയുടെ ഭരണഘടനയിലെ 21ാം ഖണ്ഡിക പാലിക്കണം എന്നാണ് അവർ പറഞ്ഞത്. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ സെക്യൂരിറ്റി. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ സെക്യൂരിറ്റി അത് പാലിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അത് ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊടുക്കുക. ഇന്ത്യ ഉണ്ടെങ്കിലേ ഈ അവാർഡിന് പ്രസക്തിയുള്ളൂ. ഇന്ത്യയിൽ ജനങ്ങൾക്ക് ജീവിത സുരക്ഷിതമില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാ അവാർഡ്? അവർ ചോദിച്ചു. നമ്മുടെ ഭരണഘടന 4 കാലുമല നിൽക്കുന്നത്. ഇന്ത്യ നിൽക്കുന്ന 4 കാല്: ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി. ഭരണഘടനയുടെ ആമുഖത്തിൽ കൃത്യമായി ഈ 4 തൂണിൽ ഒന്ന് തകർന്നാൽ ഇന്ത്യ തകരും കൂട്ടരെ. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സൗഹൃദം. 4 തകരാൻ പാടില്ല. 4 തകരാൻ പാടില്ല. 4 കാലിൽ ഒരു പില്ലർ പോയാൽ ഇന്ത്യ തകരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും ഈ ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല. നമ്മൾ സമാധാനത്തിലേ പറയാവൂ. നമ്മൾ സമാധാനമേ മുന്നോട്ട് വെക്കാവൂ, ശാന്തിയെ മുന്നോട്ട് വെക്കാവൂ. അതാണ് നമ്മുടെ മദ്രസകൾ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മദ്രസകളൊക്കെ പഠിപ്പിക്കുന്ന അതാ. പക്ഷെ കർണാടകയിൽ നമ്മളെ മറ്റേ ആളെ കുറച്ച് ആളുകൾ ചെന്നിട്ട്, മറ്റേ ആളെന്ന് മനസ്സിലാവില്ല, ഞാനാളെ പറയണ്ടല്ലോ, സൂചന മതിയല്ലോ. കാരണം അങ്ങനെ പറഞ്ഞാൽ പോയി മനസ്സിലാവും. കാരണം നമ്മളതല്ലാത്തൊക്കെ ഒഴിവാക്കിയാൽ നമ്മളത് കിട്ടുമല്ലോ. അതുകൊണ്ട് കാനായി കുഞ്ഞിരാമൻ ആന ഉണ്ടാക്കിയ മതി. കാനായി കുഞ്ഞിരാമൻ ഒരു ആനയെ കുത്തി കല്ലും വന്നു. നല്ല മനോഹരം. ഫോട്ടോ എടുത്ത് പത്രക്കാരൻ. ഫോട്ടോ എടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് ആ പത്രത്തിൽ വന്നപ്പോൾ ഒരു പത്രക്കാരൻ ഇയാളെ ഇന്റർവ്യൂ ചെയ്യാൻ മതി. അയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്: നിങ്ങൾ എങ്ങനെയാണ് ഒരു പാറയിൽ ഇത്ര മനോഹരമായ ആനയെ കൊത്തിയത്? കുഞ്ഞിരാമൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു: ഞാൻ ആ കല്ലിലേക്ക് തന്നെ നോക്കിയിട്ട് അതിൽ ആന ഇല്ലാത്തൊക്കെ ചെത്തിക്കളഞ്ഞു, അപ്പൊ ആന കിട്ടിയെന്നു. എന്നുമാതിരി സമസ്ത ഇല്ലാത്തൊക്കെ ഒഴിവാക്കിയാൽ പിന്നെ മറ്റേത് പറഞ്ഞാൽ മതിയല്ലോ. അയാളുടെ കുറച്ച് ആളുകൾ കർണാടകയിൽ ചെന്ന് കേസ് കൊടുത്ത കേസ് മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്ന, ഒക്കെ പൂട്ടണമെന്നാണ്. കേസ് ജഡ്ജ്മെന്റ് വന്നു. ആ കേസ് വിധി വരുന്നതിന്റെ മുമ്പ് തന്നെ സച്ചാർ കമ്മീഷൻ പറഞ്ഞൊരു വാക്കുണ്ട്. സച്ചാർ കമ്മീഷൻ ഇന്ത്യയിലെ മദ്രസയെ കുറിച്ച് പറഞ്ഞ: മദ്രസ ത്രൂ വിച്ച് ദ കമ്മ്യൂണിറ്റി എൻഷുർ ദാറ്റ് ഇറ്റ്സ് ഫ്യൂച്ചർ ജനറേഷൻ അക്വയർ നോളജ് ഓഫ് ഇസ്ലാം. മദ്രസയിലൂടെ ഈ സമുദായത്തിന്റെ ഭാവി തലമുറ ഇസ്ലാമിക വിജ്ഞാനം നേടുന്നു. ഹാവ് ബിക്കം എ സിംബിൾ ഓഫ് മുസ്ലിം ഐഡന്റിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിം ഐഡന്റിറ്റിയുടെ കേന്ദ്രമാണ് മദ്രസ. എന്നിട്ട് സച്ചാർ പറഞ്ഞൊരു വാക്കുണ്ട്: they serve as an important instrument of identity maintenance for the community. ഐഡന്റിറ്റി മെയിന്റനൻസ് ഫോർ ദ കമ്മ്യൂണിറ്റി. അതിന്റെ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രുമെന്റ് ആയി സർവ് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് മദ്രസ. ഇസ്ലാമിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്ന കേന്ദ്രം. നമ്മുടെ മുഅല്ലിങ്ങളൊക്കെ അതാ ഉണ്ടാക്കുന്നത്. ഈ ഐഡന്റിറ്റിയാണ് നമ്മളാക്കിയത്. അറിയോ? ഈ ഐഡന്റിറ്റിയാണ് നമ്മളാക്കിയത്. മദ്രസ, പള്ളി, ദർസ്, ഐഡന്റിറ്റി മെയിന്റനൻസ്. ശരിയാണ്. സച്ചാർ കണ്ടെത്തിയത് വളരെ ക്ലിയറാണ്. പള്ളി ദർസിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്, മദ്രസയിൽ നിന്നാണ് നമ്മൾ ഇവിടെ ഇൽമ പരത്തിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഈയുടെ ഒരു കവിതയിൽ ഞാൻ വായിച്ചു മനോഹരമായിട്ട്: വഅസാസു ഇൽമി ദീനി ദർസുൽ മസ്ജിദി മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫത്തി വതിബാഉ മഖ്ദൂമീനഹും അലാമു. വഅസാസു ഇൽമി ദീനി ദർസുൽ മസ്ജിദി. ഇവിടെ ഒക്കെ ഇരിക്കുന്നത് ദർസ് പഠിച്ച ആൾക്കാരാ. അതിന്റെ പുതിയ രൂപമാണ് നമ്മുടെ അറബി കോളേജ്. ഇപ്പം തന്നെ പള്ളി ദർസാണ് ശരിക്കും ഈ ദീനിന്റെ അസാസ്, അടിത്തറ. ഇൽമിന്റെ അടിത്തറ മുഴുവൻ പള്ളി ദർസില. മിൻഹു തഖദ്ദുമു. അതുകൊണ്ടാണ് സമൂഹം പുരോഗതിപ്പെട്ടത്. വന്നമ വളർന്നതും വതമാം പരിപൂർണതയിലെത്തിയതും. ഇതിൽ തിരിയുന്ന കുറച്ച് ആൾക്കാരുണ്ടായത് അങ്ങനെ. എന്നാ കുറച്ചുകൂടെ നാശമായി പോയതും അതുകൊണ്ട് തന്നെയാണ്. വേറെ കാര്യം, യഹ്ദി ബിഹി കസീറ വദല്ലു ബിഹി കസീറ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടാവും. കുറച്ചാളൊക്കെ ഈ വേഷം കെട്ടിയിട്ട് ആടുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ, ഇതിന്റെ വില കുറക്കാൻ വേണ്ടി. അതും അങ്ങനെ തന്നെ. അത് എവിടുന്ന് കിട്ടി? അത് നമുക്ക് കിട്ടിയതിന്റെ പാരമ്പര്യം പറയുന്നുണ്ട്. അത് ശരിക്ക് ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫത്തി വതിബാഉ മഖ്ദൂമീനഹും അലാമു. ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫ. അഹ്ലി സുഫത്തിന്റെ ഒരു പാരമ്പര്യത്തിലുണ്ട്. പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനയിലെ പള്ളിയിൽ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ഇരുത്തിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത പാരമ്പര്യം, അത് മഖ്ദൂമികളെ പാരമ്പര്യം. പള്ളി ദർസ് എന്ന് പറയുന്നത് പള്ളിയുടെ അലങ്കാരമാണ്. അതാണ് കവി മനോഹരമായി: ദർസുൽ മസാജിദി സീനത്തുൽ ലിമസാജിദിൻ വ ഇമാറത്തുൻ വ ഇളാഅത്തുൻ വ വിആമു. വളരെ മനോഹരമാണത്. പള്ളിയുടെ പരിപാലനം, പള്ളിയുടെ സംരക്ഷണം, പള്ളിയുടെ തിളക്കം, അതൊക്കെ പള്ളി ദർസിലാണ്. അതിന്റെ പ്രൊഡക്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. അതാണ് ഈ ഇൽമിന്റെ അടിത്തറയാകുന്ന ദർസും മദ്രസയും. അതാണ് നമ്മളാക്കിയത്. ഒരു തർക്കവും അതിന് വേണ്ട. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അങ്ങനെയുള്ള മഹത്തുക്കളായ ആളുകൾക്ക് നേതൃത്വം കൊടുത്തൊരു പണ്ഡിത നിരവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്ന ഒരു സമയത്തിന് ഒരു പരിമിതിയുണ്ട്. ബഹുമാന്യനായ കാസിമി വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഇതിന് നേതൃത്വം കൊടുത്ത വലിയൊരു നിര പണ്ഡിതന്മാർ നമ്മൾ മുണ്ടിലായിരുന്നു. ആ മഹത്തുക്കളാണ് നമുക്ക് ദിശ കാണിച്ചത്. അള്ളാഹു അവർക്ക് മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. അവരൊക്കെ ഇത് വളർത്തിയപ്പോൾ ഒരുപാട് പ്രതിസന്ധി സഹിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് സുന്നത്യമായതിനെ പറയാൻ പ്രയാസമുണ്ടായിരുന്നു. സുന്നത്യമായിട്ട് പറയുന്നവർക്ക് എതിർപ്പെടാൻ ഞാൻ ബാവ മുസ്ലിയാർ എഴുതിയൊരു കുറിപ്പ് വായിച്ചു. അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ നീരോൽപ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പ്രസംഗിച്ചു. വിദേഹത്തിനെതിരെ നല്ലൊരു പ്രസംഗം. വിദേഹത്തുകാർ ശക്തിപ്പെട്ട കേന്ദ്രമാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രസംഗം വിദേഹത്തുകാർക്ക് ഏഷ്യതുകൊണ്ട് ഈ വിളക്ക് ഗ്യാസലൈറ്റ് എന്ന് പണ്ട് പറയുന്ന പെട്രോൾ മാക്സ്, മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുന്ന പെട്രോൾ മാക്സ് ഉണ്ടല്ലോ, ആ പെട്രോൾ മാക്സ് എന്നാ പറയാ. അതിങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു വയൽവരമ്പത്ത് കൂടെ അദ്ദേഹത്തെ ഇങ്ങനെ തിരിച്ച് യാത്രയാക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ മറഞ്ഞു നിന്ന് കത്തിയെടുത്ത് അദ്ദേഹത്തെ കുത്താൻ ചാടിത്തറേ. കൃത്യമായി വാവസിലെ പറഞ്ഞേ കേട്ടു. ഒരു കോഴിത്തൊടി ബീരാൻകുട്ടി ഹാജി എന്ന് പറയുന്ന ഉമറാക്കൽപ്പെട്ട ഒരാളും കൗങ്ങുന്നൊടി രണ്ട് ബീരാൻകുട്ടി ഹാജിമാരാ ഇവർ രണ്ടുപേരും ഈ യാത്രയിൽ ഇദ്ദേഹത്തെ യാത്രയാക്കാനുണ്ടായിരുന്നു. അതിൽ ബഹുമാനപ്പെട്ട കോഴിത്തൊടി ബീരാൻകുട്ടി ഹാജി ഒരു തട്ട് തട്ടി കൗങ്ങുന്നൊടി ബീരാൻകുട്ടി ഹാജി തന്റെ ടോർച്ച് കൊണ്ട് തലക്കൊരു അടിയടിച്ചു. അപ്പോഴാണ് അവൻ വീണത്. വീണപ്പോ അമ്പർത്ത് അങ്ങനെ വിളിച്ചു ഉത്തരം അതായിക്കോട്ടെ, കുഴപ്പമില്ല, അതങ്ങനെയാണ്, കുടുംബം അങ്ങനെ തന്നെ എല്ലാവരും. അങ്ങനെ അയാൾ വിളിച്ചു. അങ്ങനെ ഇവനെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഷെയ്ഖുന പറഞ്ഞു തരേ ശംശലം അവൻ ജാഹിലാണ്, പോയിക്കോട്ടെ, നിങ്ങൾ വിട്ടേക്കുക. ഈ സംഭവം നീരോൽപ്പലത്ത് ചേലാരിക്കടുത്ത നീരോൽപ്പലത്ത് നടന്നതാ. ആ രീതിയിൽ പിന്നീട് ആ ബാമുസ്ലിയെ തന്നെ എഴുതി വെച്ച കുറിപ്പിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം കേട്ടു അത്രേ അവിടെ ഒരാൾ തൂങ്ങി മരിച്ചു. അത് ഇയാളായിരുന്നു. മാനസിക വിഭ്രാന്തി ഇവിടെ വിട്ട് തൂങ്ങി. ശരിക്കും ബാമുസ്ലിയെ പ്രസംഗിച്ചാണ് സ്മരണികൾ എഴുതിയിട്ടുണ്ട്. ചിന്തിക്കണം നിങ്ങൾ, അയാൾ തൂങ്ങി മരിച്ചു അത്രേ. ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ അവരെ പിന്നെ നമ്മൾ നിന്നത്. അള്ളാഹു ആ മഹാന്മാർക്കൊപ്പം നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 96 ഇതിന്റെ 1996 ബഹുമാനയുടെ ഉട പറയുമ്പോൾ അതിന്റെ മുമ്പേ അദ്ദേഹത്തെ നീക്കാൻ ചില ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. ഞാനതേക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. 926 റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് തന്റെ 26ാമത്തെ വയസ്സിൽ തുടങ്ങിയ സേവനാണ് സമത്തക്ക്. 67 പ്രസിഡന്റായി. സമത്വ കേരള ജംഇയ്യത്തുലമയിലെ 89 കുറച്ച് ആളുകൾ മാറ്റി നിർത്തുമ്പോൾ കണ്ണിയത്ത് ഉസ്താദിന് 63 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. സമത്തയിൽ 22 കൊല്ലത്തെ പ്രസിഡന്റായ പാരമ്പര്യമുണ്ട്. 22 കൊല്ലം പ്രസിഡന്റ് മാത്രവും 63 കൊല്ലത്തെ മൊത്തം സേവനവുമുള്ള ഒരു മനുഷ്യനെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോ 30 കൊല്ലം ശംസുലമ ബഹുമാനപ്പെട്ട കണ്ണിയത്തിനേക്കാൾ സമത്തയിൽ പാരമ്പര്യം കുറവായിരുന്നു അദ്ദേഹത്തിന്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് മുഷാവറിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു അദ്ദേഹം മുഷാവറിൽ വന്നത്. എന്നിട്ട് അദ്ദേഹമാണ് കടന്നു കയറി നല്ല കഫറ എന്ന് പ്രസംഗിച്ചത്. കഫറൊക്കെ പല അർത്ഥം വെക്കാം, പക്ഷെ നല്ല പറഞ്ഞിട്ട് പിന്നെ വാ പറഞ്ഞ ഒന്നും അർത്ഥം വെക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനത്തെ നിങ്ങളൊന്ന് വിലയിരുത്തണം. ഞാൻ കടന്നു പറയുന്നില്ല, ചിന്തിക്കണം. ശംസുൽ ഉലമ എങ്ങനെ ലോകത്തോട് വിട പറഞ്ഞു പോയി, ഇവരൊക്കെ പോയപ്പോ എങ്ങനെയായിരുന്നു എന്ന് പഠിച്ചാൽ മതി. സൂചന മാത്രം മതി. ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് കുമ്പടാച്ചെ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കർണാടകയിൽ. കുമ്പടാച്ചെ കാസർഗോഡ് തൊട്ട വെളിഞ്ചെടുത്ത. ഞാൻ ആ പ്രദേശത്ത് നേരിട്ട് പോയി ഈ സംഭവം അവിടുത്തെ ആളുകളെ കയ്യിൽ നിന്ന് പല ഉരു പറയുന്നത് കേട്ടതാണ്. സമത്വ കേരള ജംഇയ്യത്തുലമയുടെ 70ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ചുമരെടുത്ത് നടത്തി. ഇതിന് മുമ്പ് 85ാം വാർഷികം ചുമരെടുത്ത് നടത്തി. നമ്മൾ ഇപ്പൊ നടത്തി 90ാം വാർഷികമല്ല, 5 കൊല്ലം മുമ്പത്തെ കഥയാണ്. ആ പ്രദേശത്ത് ചുമരെടുത്ത് നടത്തി ശംസുൽ ഉലമയുടെ പേര് എഴുതി വെച്ചിരുന്നു. ശംസുൽ ഉലമയുടെ പേര് അവരൊരു പ്രചരണത്തിന് വേണ്ടി ഒരു സമ്മേളനത്തിന് ശംസുൽ ഉലമ നഗർ അവർ എഴുതി വെച്ചിരുന്നു ചുമരുമേ. ഒരു ഭാഗ്യഹീനനായ ചെറുപ്പക്കാരൻ ചെയ്ത ടൈമ ചാണകം തേച്ചു. ആ ചാണകം തേച്ച വ്യക്തിക്ക് ഏതാനും ദിവസം കഴിഞ്ഞപ്പോ ഭ്രാന്തായപ്പോ ആ വ്യക്തിയെ പിടിച്ചിട്ട് സൈനുലാബിദ്ദീൻ തങ്ങൾ എടുത്തു കൊണ്ടുവന്നു. സൈനുലാബിദ്ദീൻ തങ്ങളെ കൊണ്ടുവന്നു. സൈനുലാബിദ്ദീൻ തങ്ങൾ പറഞ്ഞു ശംസുൽ ഉലമയുടെ മക്കാമിൽ പോയി ദ്വാർന്നോളം പറഞ്ഞു. കോഴിക്കോട് ശംസുൽ ഉലമയുടെ മക്കാമിൽ വന്ന് ദുആ ചെയ്തിട്ടാണ് ആ ചങ്ങാതിക്ക് പിന്നെ നേരെ നിൽക്കാൻ പറ്റിയത്. ഇത് സൈനുലാബിദ്ദീൻ തങ്ങൾ നേരെ എന്നോട് പറഞ്ഞതാണ്. ഇത് ഞാൻ ആദ്യം അറിയാൻ കാരണം ചിത്താരിപ്പള്ളിയിൽ അബ്ദുൽ കരീം എന്ന് പറയുന്നൊരു മുക്രി ഉണ്ടായിരുന്നു. ഈ മുക്രി അന്ന് SSFന്റെ സജീവ പ്രവർത്തകനാണ്. ഇയാളാ നാട്ടുകാരൻ. അങ്ങനെ ഇവന് ഭ്രാന്തായപ്പോ ഇവര് കമ്മിറ്റി യോഗം ചേർന്നിട്ട് പറഞ്ഞു അബ്ദുൽ കരീമാണ് ചാണം തേച്ചത്. ചാണം തേച്ചാക്കൊന്നും പറ്റിയില്ലെന്ന് പറയാൻ വേണ്ടി
ഇവരെ ഒഴിവാക്കണല്ലോ. ഈ ചാണകം പൂശിയ ആൾക്കാണ് ഭ്രാന്ത് വന്നത് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവനും ഭ്രാന്ത് വന്നത് സ്വാഭാവികമാണ്. ഇത് പൂശിയത് അബ്ദുൽ കരീം, ചെയ്യാത്ത കുറ്റം ഇയാളോട് ഏറ്റെടുക്കാൻ പറഞ്ഞത്ര കമ്മിറ്റി കൂടി ഇയാളോട് ഏറ്റെടുക്കാൻ പറഞ്ഞു. നിങ്ങളത് ഏറ്റെടുക്കണം, നിങ്ങളൊന്നും വിചാരിക്കണം നിങ്ങളാ തേച്ചെന്ന് നിങ്ങൾ പറയും, നിങ്ങളൊന്നും പറയരുത്. പക്ഷെ അയാളെ സംഭവിച്ചില്ല. അയാൾ ആ പാർട്ടിയിൽ തന്നെ രാജിവെച്ചിട്ട് നമ്മുടെ പക്ഷത്തേക്ക് പോകുന്നു. അതന്നെ കളവിന് കൂട്ടു നിൽക്കാൻ പറ്റൂല. കാരണം ചാണകം തേച്ച ആൾക്ക് ഭ്രാന്തുണ്ടായി എന്ന് പറയുമ്പോൾ അവർക്ക് ജാള്യത. അതിന് പകരമാണ് അവർ ഒരാളെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചത്. അയാൾ നിന്നില്ല, അയാൾ പോന്നു. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നതിന്റെ കൃത്യപാഠമാണ് ഞാൻ പറയുന്നത്. ബാക്കി എന്റെ സുഹൃത്ത് കാസിം പറയും, അദ്ദേഹത്തിന് അറിയാലോ, ഞാൻ വിശദീകരിക്കില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർത്തു നോക്കണം, ഒരു കളങ്കം പോലും നമ്മുടെ നേതാക്കൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ, ഒരു കളങ്കം പോലും. ഞാനിങ്ങനെ ഓർത്തു പോകുന്നു, വിദേശത്തൊക്കെ പിരിവിന് പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം ഉപഹാരം കിട്ടും. KT മാനമുസ്ലിയാർ നജാത്തിന് വേണ്ടി പിരിവിന് പോയപ്പോൾ അദ്ദേഹത്തിന് ഉപകാരം കിട്ടി. ആദ്യത്തെ വിദേശയാത്ര കഴിഞ്ഞു വന്ന നജാത്തിന്റെ കമ്മിറ്റി കൂടുമ്പോൾ ഒരു ബോക്സും കൊണ്ട് അദ്ദേഹം വന്നവിടെ വെച്ചുത്രേ. അത് തുറന്നിട്ട് ഇന്നെ പേഴ്സണലി കൊടുത്ത സാധനങ്ങൾ, ആ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നജാത്തിന് വേണ്ടി പോയത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്, അതുകൊണ്ട് ഇത് എനിക്കുള്ളതല്ല നജാത്തിനുള്ളതാണ് എന്ന് പറഞ്ഞ് കമ്മിറ്റി ഏൽപ്പിക്കാൻ കൊണ്ടുവന്നതാ. നമ്മളൊക്കെ വിദേശത്തെന്തെങ്കിലും പിരിവിന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമഗ്രികൾ പലതും ഉണ്ടാവും. അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇതിന് പോയതുകൊണ്ടല്ലേ. ഇതിങ്ങനെ ഓർത്തപ്പോ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സക്കാത്ത് പിരിപ്പിക്കാൻ പോയ ഇബ്നുൽ ലുത്ബിയയോട് പറഞ്ഞ വാക്കാ. അയാൾ സക്കാത്ത് പിരിപ്പിക്കാൻ പോയപ്പോ കുറച്ച് അയാൾക്ക് എടുത്ത് വെച്ചിട്ട് ഇത് എനിക്ക് കിട്ടിയതാണ്, എനിക്ക് സ്വന്തമായി തന്നതാണ്, ബാക്കി ബൈത്തുൽ മാലിക്കുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചൊരു ചോദ്യം, അഫലാ ജലസ ഫീ ബൈതി അബീഹി വ ഉമ്മിഹി, ഓന്റെ വാപ്പാനും ഇമ്മാനും വീട്ടിലും പോയി ഇരുന്നാൽ ഹത്താ യഅതിയഹു ഹദിയതുഹു ഇൻ കാന സ്വാദിഖ, ഓൻ അവന്റെ തറവാട്ട് പുരയിൽ ഇരുന്നാൽ ഓന് സാധനം കിട്ടുമോ? അവന്റെ വീട്ടിൽ അവൻ കുത്തിയിരുന്നാൽ ഈ സാധനം കിട്ടുമോ? വല്ലാഹി ലാ യഖുദു അഹദും മിൻകും ശൈആ ബിഗൈരി ഹഖ്ഖിഹി, അവകാശമില്ലാത്ത വല്ല ഒരു സാധനവും നിങ്ങൾ കയ്യിൽ വെച്ചാൽ ഇല്ലാ ലഖിയല്ലാഹ യഹ്മിലുഹു യൗമൽ ഖിയാമ, ഇല്ലാ ലഖിയല്ലാഹ് യഹ്മിലുഹു യൗമൽ ഖിയാമ, അത് ചുമന്നുകൊണ്ട് മഹ്ശറിൽ വരേണ്ടി വരും. കട്ടതേ ഏറ്റിക്കൊണ്ട് വരേണ്ടി വരും. കട്ടത് ഏറ്റിക്കൊണ്ട് ഇതുമ്പോ മറ്റയാളോട് പറഞ്ഞാൽ പണ്ടൊരു കള്ളം പറഞ്ഞവർക്ക് എന്നാ ഒരു 400 കൂടി കക്കുന്ന അതിലും കൊണ്ടുവരാലോ, സുഖമായിട്ട് ഏറ്റണ്ടല്ലോ, ഒരു 400 കൂടി കെട്ടാൻ മതിയല്ലോ. ഒരു ചെറിയൊരു ലോറി എന്നാൽ സുഖമായിട്ട് സാധനം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, മറ്റേത് ഏറ്റി കൊണ്ടുവരണം, അതൊക്കെ പാടെ തോളത്ത് കൊള്ളൂലേ. ആ രീതിയിൽ നമ്മൾ മറ്റേ ആൾ പറയാം. അവർക്കത് ലജ്ജയില്ലാത്തൊരവസരമായി മാറിയാണ്. നോക്കണം നിങ്ങൾ, നമ്മുടെ നേതാക്കളെ സൂക്ഷ്മതയും അതിന്റെ വറവും വളരെ പ്രധാനമാണ്. കണ്യത്തുൽസാന്റെ സൂക്ഷ്മതയും ആ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അവർ ചെയ്ത പ്രവർത്തനം, അവരുടെ പ്രവർത്തനത്തിന്റെ സൂക്ഷ്മത ഒക്കെ ശരിക്കൊന്ന് പഠിക്കണം. നമ്മളതാ വേണ്ടത്. അവര് ശരിക്ക് ഈ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം സമൂഹത്തെ നയിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഉസൂലിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, മാതൃകയാവുക, താൻ ആരാണെന്ന് പോലും അറിയിക്കാതെ ഖിദ്മത്ത് ചെയ്യുക. അതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ, താൻ ആരാന്ന് അറിയിക്കേണ്ട ഘട്ടത്തിൽ പോലും അറിയിക്കൂല. അവര് ആ സമൂഹത്തിന് ഒരു സ്ഥാനം നേടാൻ ഒന്നും പറയില്ല. CH ഹൈദ്രോസ് മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, ആ മഹാനുഭാവൻ ഒരിക്കൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ചെറിയ പള്ളി ചെന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു പരിപാടി കഴിഞ്ഞ് രാത്രി വന്ന് പിറ്റേ ദിവസം സുബൈക്ക് അദ്ദേഹത്തിന് കാസർകോട്ടേക്ക് ട്രെയിനിന് പോകേണ്ടത് സുബൈ നിസ്കരിച്ചിട്ട് വീട്ടിൽ പോകാതെ അദ്ദേഹം കുറ്റിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ, ആ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ലീവ്, ആ പള്ളിയിൽ ഇമാമ് ലീവാ, മുഅദ്ദിനേ ഉള്ളൂ. ഈ കുട്ടിക്കാരെ അറിയില്ല. ഉസ്താദ് ചെന്നപ്പോ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഉസ്താദ് അകത്ത് കയറി ഇശാ നിസ്കരിച്ചു. പിന്നെ ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ചിട്ട് വിത്തറൊക്കെ നിസ്കരിച്ച് ഭംഗിയായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പള്ളിയിൽ കിടക്കാനുള്ള പരിപാടിയാ. പുറത്തിറങ്ങി അടക്കായിരുന്നു ഈ കുട്ടിക്കും. കിടക്കാനുള്ള പ്രോഗ്രാം ആകേണ്ടപ്പോ കുട്ടി വന്ന് പള്ളിയിൽ ആരും കിടത്താനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് ഒരു പായ എടുത്തിട്ട്, ഞാൻ ഈ പായ എടുത്ത് പുറത്ത് കിടന്നോളാം മോനെ. അപ്പൊ കുട്ടി പറഞ്ഞു, പള്ളിയത്തെ പായ എടുക്കാനും പറ്റൂല. അവിടെ തന്നെ ഉസ്താദ് എന്നായിക്കോട്ടെ, കുട്ടി അടച്ചു പോയിക്കോ. ഈ ചെറുപ്പക്കാരൻ പള്ളി അടച്ചു പോയി. ഉസ്താദ് ഹൗലൻ കരയിൽ തന്റെ മുണ്ട് വിരിച്ച് സ്വലാത്തിന്റെ ഏട് പുസ്തകത്തിന് പുറത്തെടുത്ത് വെച്ച് ആ ബാഗ് തലക്ക് വെച്ച് അവിടെ കിടന്നു. രാവിലെ ആ പ്രദേശത്ത് സുബൈ നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർ കണ്ടത് ഉസ്താദ് ഈ പള്ളിയുടെ ഓരത്തിരുന്നു കൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട സുബൈന്റെ മുമ്പ് അതൊക്കെ നിസ്കരിച്ച് അകത്ത് കയറി. ഉസ്താദിനെ കണ്ടതോടുകൂടി സുബൈ നിസ്കരിക്കാൻ വന്ന ആൾക്കാരൊക്കെ കയ്യെ പിടിക്കലും മുത്തലും അനഞ്ഞുകൂട്ടി പിടിക്കലും. അപ്പൊ ഈ കുട്ടിക്ക് മനസ്സിലായി, പഠിച്ചോനെ താരാ. അപ്പോഴാ കുട്ടി അന്വേഷിച്ചത് സമസ്തയുടെ വലിയ നേതാവ് CH ഹൈദ്രോസ് മുസ്ലിയാരാ. ആ മഹാനുഭാവനം കൊണ്ട് കുട്ടി മാപ്പ് പറഞ്ഞു. അപ്പൊ കുട്ടിയോട് അദ്ദേഹം പറഞ്ഞിട്ട്, മോനെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ നിന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുള്ള, ആരെങ്കിലും വന്നാൽ പള്ളി കിടക്കാൻ സമ്മതിക്കരുത് ട്ടോ എന്ന് പറഞ്ഞു. പള്ളിയിലെ പായ എടുക്കാനും സമ്മതിക്കുക. അങ്ങനെയാണ് ആ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. നോക്ക്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഒരു കിഫായത്തിന്റെ കദർ കൊണ്ട് ദുന്യാവെന്ന് തൃപ്തിപ്പെട്ടു.
ഹലീമുൻ വഖൂറുൻ കാന ഐനത്ത് തസവ്വുഫി അദീമുൽ മസീലു ഇർഖായിഫുൽ ഉമ്മത്തി. ഒരാക്ഷേപം പേടിക്കാതെ അദീമുൽ മസീലായി തുല്യതയില്ലാത്ത മനുഷ്യനായി ജീവിച്ച വലിയൊരു പണ്ഡിതൻ നമ്മുടെ മുമ്പിൽ നടന്നു പോയിട്ടുണ്ട്. അല്ലാഹു ആ മഹാന് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അവരൊക്കെയാണ് ശരിക്കും നമ്മളെ നയിച്ചത്. അവർ നയിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് സമൂഹത്തെ കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ, എന്റെ വിഷയത്തിന്റെ അവസാനം ബാധ്യത, നമ്മളെ ബാധ്യത ശരിക്കും നിങ്ങളൊക്കെ ഒരു സമൂഹത്തിൽ ബാധ്യത ഏറ്റെടുത്ത ആൾക്കാരാണ്. ഇമാമായിരിക്കും, ഖത്തീബായിരിക്കും, അതല്ലെങ്കിൽ അവിടുത്തെ സദറായിരിക്കും, അതല്ലെങ്കിൽ അവിടുത്തെ മുഅല്ലിമായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ കാര്യപ്പെട്ട ആളായിരിക്കും. അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് നിങ്ങളോട് പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഅയ്യതൻ ഫലം യഖുത്ഹാ ബിനസീഹത്തിൻ ഇല്ലാ ലം യജ്ദ് റായിഹത്തൽ ജന്ന. ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തം പടച്ചറബ് ഏൽപ്പിച്ചിട്ട് അവർക്ക് ഗുണകരമായ ഒരു പണിയും നിങ്ങൾ എടുക്കാതിരുന്നാൽ അവൻ സ്വർഗത്തിന്റെ വാസന പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിൽ അകറ്റപ്പെടും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മര്യാദയ്ക്ക് നിർവഹിച്ചില്ലെങ്കിൽ ചിന്തിക്കണം, നമ്മുടെ കടമ നിർവഹിക്കണം. നമ്മൾ ആ കർത്തവ്യ ബോധമുള്ള തലമുറയായി വളർന്ന് നമ്മുടെ സമ്മേളന വിജയത്തിനും SYSന്റെ കമ്മിറ്റി രൂപീകരണത്തിനും നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ മഹാന്മാർ നടന്ന വഴിക്ക് കുറച്ച് ആൾക്കാരെ നടത്താനൊരു ശ്രമം നമുക്ക് നടത്താൻ കഴിയും. ദീർഘിപ്പിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ഇനിയും പറഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടിവരും. ഇവിടെ ഒരു വിഷയം കൂടി ഉച്ചക്കുമ്പ് അവതരിപ്പിക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് വിട ചോദിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സൽക്രമമായി നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ സമ്മേളനം ഒരു വൻ വിജയമാക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.